ഇതെന്താണെന്ന് അറിയാമോ? കല്ലാസല്ല, കള്ളാസ്. കളറായിട്ടുണ്ടല്ലോ. എന്നതാ പേര് പറഞ്ഞേ? ഹലോ ഗൈസ്, വെൽക്കം ടു മൈ ചാനൽ. ഇന്ന് നമ്മൾക്ക് വീട്ടിലെ മമ്മിയുടെ കുറച്ച് ബോഗൻവില്ല കളക്ഷൻസ് ഒക്കെ ഒന്ന് കണ്ടാലോ. വർഷങ്ങളായി മമ്മി കളക്ട് ചെയ്ത ബോഗൻവില്ല വെറൈറ്റീസ് ആണ് ഇപ്പോൾ നമ്മുടെ വീട്ടിലുള്ളത്. ഇതിൽ കുറേയൊക്കെ കഴിഞ്ഞ 2 വർഷങ്ങളിലായി മമ്മി പല നഴ്സറികളിൽ കണ്ട് ഇഷ്ടം തോന്നി മേടിച്ച പുതിയ വെറൈറ്റീസും ഉണ്ട്. വീട്ടില് കുറെ നാളായി ഞാനും അനിയത്തിയൊന്നും ഇല്ലാഞ്ഞുകൊണ്ട് ചെടികളെ നോക്കിയും പരിപാലിച്ചൊക്കെയാണ് മമ്മി ദിവസത്തിലെ കൂടുതൽ ടൈമും സ്പെൻഡ് ചെയ്യാറ്. ഇനി കൂടുതൽ ബോഗൻവില്ല വിശേഷങ്ങൾ അതിന്റെ ഡീറ്റെയിൽസ് നമുക്ക് മമ്മിനോട് തന്നെ ചോദിക്കാം. ഹായ് മമ്മി, മമ്മിയുടെ ബോഗൻവില്ല കളക്ഷനെ കുറിച്ചൊന്ന് പറയാവോ? ബോഗൻവില്ല കളക്ഷൻ ഏകദേശം ഒരു 4 കൊല്ലമായി ഇവരെല്ലാവരും ഞാൻ ഇതേപോലെ പരിപാലിക്കുന്നു. ഹൗസ് വാമിംഗ് ടൈമിലാണ് ഞാൻ കുറേ ബോഗൻവില്ലകൾ വാങ്ങിയത്. അതിനുശേഷം ബാക്കി ഇതൊക്കെ അതിൻ്റെ പ്രൂൺ ചെയ്ത് ആ ബാക്കി കൊമ്പുകൾ നട്ടാണ് പിന്നെ ഇതൊക്കെ ഉള്ളത്. ഇതിന്റെ ഫ്ലവറിംഗ് സീസൺ ഏതാ? ഫ്ലവറിംഗ് സീസൺ ഇത് ഒരു ഡിസംബർ ടു ഏപ്രിൽ മെയ് വരെയാണ് ഫ്ലവറിംഗ് സീസൺ. അതിനുശേഷം ജൂൺ ആകുമ്പോഴേക്കും ഞാൻ ഇതെല്ലാം പ്രൂൺ ചെയ്യും. പ്രൂൺ ചെയ്തിട്ട് ഇതിന് എല്ലുപൊടി, ഉണക്ക ചാണാൻ പൊടി ഇതെല്ലാം ഇട്ട് കൊടുക്കും. അപ്പൊ ഇതിന്റെ മെയിൻ വളം എല്ലുപൊടിയും ചാണപ്പൊടിയും. പ്രൂൺ ചെയ്തതിന് ശേഷം ഉണക്ക ചാണാപ്പൊടിയും എല്ലുപൊടിയും ഇട്ട് കൊടുക്കും. അതിന് ശേഷമാണ് ഫ്ലവർ ഏകദേശം ടൈം ആകുമ്പോൾ ഞാൻ NPK ഇട്ട് കൊടുക്കും. ഇത് രണ്ടുമാണ് മമ്മി ഇതുവരെ യൂസ് ചെയ്തിട്ടുള്ളൂ. ഈ 2 വളങ്ങളാണ് ഞാൻ ഇട്ട് കൊടുക്കാറ്. NPK ആഴ്ചയിൽ ഒരു ദിവസം ഇട്ട് കൊടുക്കും. എല്ലുപൊടി മാസത്തിൽ മാത്രം. ഓക്കെ. എന്തൊക്കെ വെറൈറ്റീസ് ഉണ്ട് മമ്മിയുടെ കയ്യിൽ ബോഗൻവില്ലേന്റെ? എല്ലാ വെറൈറ്റീസും ഉണ്ട് എൻ്റെ കയ്യിൽ. ഇപ്പം ഫൈറോപ്പാൽ, ഇത് റൂബി റെഡ്, അങ്ങനെ പൂന വൈറ്റ് അവിടെയാണ് ഇരിക്കണം. പൂന വൈറ്റ്, അങ്ങനെ അത്യാവശ്യം വെറൈറ്റീസ് എല്ലാം ഉണ്ട്. ഔട്ട് ഓഫ് ദിസ് ഏതാ മമ്മിയുടെ ഫേവറേറ്റ്? എൻ്റെ ഫേവറേറ്റ് ഇതാണ് ഫൈറോപ്പാൽ. ഇത് തന്നെ എനിക്ക് ഏറ്റവും ഇഷ്ടം. ഓറഞ്ച് കളർ, നല്ല ഓറഞ്ചാണ്, നല്ല ഓറഞ്ച് കളർ എനിക്കും ഇഷ്ടപ്പെട്ടു. അമ്മിക്ക് ഇപ്പം ഏകദേശം എന്തോരം ചെടികളുണ്ട്? ഐ മീൻ ബോഗൻവില്ല എന്തോരം ഉണ്ട്? ഏകദേശം ഒരു 200 പോട്ട്സിലുണ്ട്. ഇടയ്ക്ക് പ്രൂൺ ചെയ്യുമ്പോഴൊക്കെ നട്ട് എല്ലാം കൂടി ഒരു 200 പോട്ട്സ് ഉണ്ട് എനിക്ക്. ഇതപ്പോ ഒരു 4 വർഷത്തോളമായിട്ടുള്ള കളക്ഷനാണ് മമ്മിയുടെ അല്ലേ? അതെ അതെ, 4 വർഷമായിട്ടുള്ള ഒരു ഇതാണ് കളക്ഷനാണ്. മമ്മി അപ്പൊ ഇപ്പൊ ഈ 200ഓളം ചട്ടിയിൽ എങ്ങനെ വെള്ളം ഒഴിച്ച് തീർക്കണോ? എങ്ങനെ മമ്മി ഇതിനെ ടൈം കണ്ടെത്തണത്? കാലത്ത് പള്ളിയിലെ കഴിഞ്ഞ് വന്ന ഉടനെ എനിക്ക് ബ്രേക്ക്ഫാസ്റ്റ് കൊടുത്ത ഉടനെ ചെടിയുടെ അടുത്തേക്ക് ഇറങ്ങും. എല്ലാവരും ഒന്ന് നോക്കി അവരോടൊക്കെ ഒന്ന് വർത്താനം പറഞ്ഞ് വെള്ളമൊക്കെ ഒഴിച്ച് അങ്ങനെയാണ് ചെടികളുടെ. പിന്നെ നിങ്ങൾ മക്കൾ ഇവിടെ ഇല്ലല്ലോ, അപ്പോൾ പിന്നെ ഡാഡി ഓഫീസിൽ പോയി കഴിഞ്ഞാൽ പിന്നെ വേറെ പണിയൊന്നുമില്ല. പിന്നെ ഫുൾ ടൈം ചെടിയുടെ അടുത്ത് ആണ് ഞാൻ. അപ്പൊ ഇതിന്റെ വാട്ടറിങ് എങ്ങനെയാ? വാട്ടറിങ് ഞാൻ 1.5 മാത്രം വെള്ളം ഒഴിക്കാറുള്ളൂ. എനിക്ക് അധികം വെള്ളം ആവശ്യമില്ല. അധികം വെള്ളം കഴിഞ്ഞാൽ പൂവിടാനായിട്ട് എനിക്ക് താമസിക്കും. 1.5 മാത്രം വെള്ളം ഒഴിച്ചാൽ മതി. മറ്റു ചെടികൾക്ക് ഒഴിക്കാനുള്ള ധാരാളം വേണ്ട. ജസ്റ്റ് ആ മണ്ണൊന്ന് നനയാനുള്ള ഒരു ഇത് മാത്രം വെള്ളം മതി. ഓക്കെ. മമ്മിക്ക് ബോഗൻവില്ല കൂടാതെ വേറെ എന്തൊക്കെ ഫ്ലവേഴ്സ് ഉണ്ട്? ഐ മീൻ ഏതൊക്കെ ഫ്ലവറിങ് പ്ലാന്റ്സ്? ബോഗൻവില്ല കൂടാതെ എനിക്ക് കുറച്ച് അഡീനിയം ഉണ്ട്. കുറച്ച് അഡീനിയം കളക്ഷൻ ഉണ്ട്. അവര് ഇപ്പോൾ എൻ്റെ മക്കൾ വന്ന ഇത്തിരി തിരക്കും ഇതൊക്കെ ഇത് കാരണം കൊണ്ട് അവരങ്ങോട്ട് ശ്രദ്ധിക്കാൻ പറ്റിയിട്ടില്ല. അവരിപ്പോൾ പ്രൂൺ ചെയ്യേണ്ട ടൈം ആയിക്കണേന്. പ്രൂൺ ചെയ്യേണ്ട ടൈമാണ് ഇപ്പോൾ. അവരെ പ്രൂൺ ചെയ്ത് അവർക്ക് വളമൊക്കെ കൊടുക്കണം. ഓക്കെ.